അസ്സലാമലൈക്കും. ഇനി നമുക്ക് ഗാന്ധി ഭവൻ ഒന്ന് കണ്ടോക്കാം. ഇവിടെ നേരത്തേക്ക് പോണ വഴി കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് കാണാം. പൂവും ചെടികളും ആൾക്കാർ വന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. കാണിച്ചു തരാം. ഇവിടെ ബസ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അതാ ഭാഗത്ത് പോയ ആ ഭാഗത്ത് കണ്ടോ നിറത്തി ബസ് നിൽക്കണം. കിഴക്കേക്കോട്ടയാണ്. കിഴക്കേക്കോട്ടയുടെ അപ്പുറത്തെ വശം ഗാന്ധി ഭവൻ. നല്ല രസമാട്ടോ കാണാൻ. ആൾക്കാർ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ. ഗാന്ധി അപ്പൂപ്പനെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ. കിഴക്കേക്കോട്ട നിങ്ങോട്ട് കയറി വരുന്നവർക്ക് ഇവിടെ കയറി വരട്ടെ. അതാണ്ട് കിഴക്കേക്കോട്ട കാണുന്നുണ്ട്. അതാ കുറേ ആൾക്കാരായിട്ട് കാണുന്നു. ബെഡ് ഗാന്ധി അപ്പൂപ്പനെ വരച്ച് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറി ഇവിടെ വന്നത് എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ പണി നടക്കുമായിരുന്നു. അന്ന് ഈ പണികളൊക്കെയാണ് നടക്കുന്നത്. ഇതിൻ്റെ പണികളൊക്കെ നടക്കും. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ വൈകുന്നേരത്ത് കുട്ടികളൊക്കെ അവിടെ വന്നിരിക്കും റെസ്റ്റ് എടുക്കാൻ. ഇതൊന്നോ ഇപ്പോൾ താഴെ പോയിരുന്നു. ക്യാമറ എടുക്കലൊക്കെ ഇപ്പോൾ ശരിയായിരുന്നു. എൻ്റെ ഒരു മരം ബസ്സുകൾ വരുന്നുണ്ട്. അങ്ങനെ എന്നാൽ ചുറ്റുപാടും എന്താണ് അതേനെ ബസ് വന്ന് അതേനെ അത് കിഴക്കേക്കോട്ട സ്റ്റാൻഡ്. അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ആൾക്കാർ ഇറക്കിയിട്ട് പുറത്ത് കൂടെ വരും. എന്നിട്ട് ഇതിലേ പോകേണ്ടത് ഇങ്ങനെ ഇതിലെ ഇങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകേണ്ടത് അങ്ങോട്ട് പോകും. അതേലെ നമുക്കിനി പോകാം. മതി അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേഗം. ഇത് ചാല മാർക്കറ്റിൽ പോണ വഴി കണ്ടോ. ഇതിലങ്ങോട്ട് പോയാൽ മാർക്കറ്റിൽ പോകാം. ഇതിലിപ്പുറത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് കയറാം. 4 ഭാഗത്തു കൂടിയും വഴിയാണ്. ഇത് മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റ് ബസ് വന്ന് അതിൻ്റെ അമ്പലമൊന്നും ഇത് കണ്ടോ. അതങ്ങനെ അങ്ങോട്ട് ബസ് സ്റ്റാൻഡ് കേട്ടോ. കിഴക്കേക്കോട്ടയിൽ ഇറക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരും. എന്നിട്ട് അധികം അപ്പുറത്ത് പോയിട്ടാണ് അവിടെ നിന്നാണ് ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുക. അതിൻ്റെ അടിയിൽ കൂടെ ഓട്ടോറിക്ഷയുണ്ട്, ബസ്സുണ്ട്. ഉടനീള ബസ് തന്നെ. ശരി, ഞാൻ വയ്ക്കട്ടെ.